ശ്രീ PR ശിവശങ്കരൻ, ഈ വിഷയത്തിൽ സംസ്ഥാനം ആവർത്തിച്ചു പറയുന്നതും കോൺഗ്രസ് നേതൃത്വം പഴിക്കുന്നതുമെല്ലാം കേന്ദ്ര നയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മലയോര മേഖലയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേന്ദ്രമാണതിൽ ആത്യന്തികമായി ഇടപെടേണ്ടത്, പരിഹാരം കാണേണ്ടത് എന്ന രാഷ്ട്രീയമായിട്ടുള്ള ചൂണ്ടുവിരൽ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്കവിടെ ജനങ്ങളെ കൂടുതൽ അത് ബോധ്യപ്പെടുത്തേണ്ടി വരും. തീർച്ചയായും അത്തരത്തിലുള്ള ബോധ്യപ്പെടുത്തലുകൾ നിരന്തരമായി BJPയുടെ ഭാഗത്തുനിന്ന് ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇത്തരത്തിലുള്ള മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നാഷണൽ ലെവലിൽ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ കേരള സർക്കാരിന് 130 കോടി രൂപയോളം കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര ശതമാനം ഈ സംസ്ഥാന സർക്കാരിൻ്റെ 60-40 എന്നുള്ള റേഷ്യോയിലാണ് ഫെൻസിങ്ങിന് വേണ്ടിയിട്ട്, ഇലക്ട്രിക് ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. അതിൽ എത്ര ശതമാനം യൂസ് ചെയ്തു? അത് നിലമ്പൂർ തന്നെ എത്ര ശതമാനം ഫെൻസിങ് കഴിഞ്ഞു, എത്ര ശതമാനം സംസ്ഥാന സർക്കാർ കൊടുക്കാത്തതുകൊണ്ട് ലാപ്സായി പോയി എന്നുള്ള കണക്കുകളൊക്കെ നിരന്തരമായി നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 120 കോടി രൂപ പോലും ഇപ്പോൾ ലാപ്സായിരിക്കുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 10-20 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അനുവദിച്ച തുക, കേന്ദ്ര സർക്കാർ ഫെൻസിങ്ങിന് വേണ്ടി അനുവദിച്ച തുക ഉപയോഗിക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ 40% ഫെൻസിങ്ങിനുള്ള പണം നൽകാത്തത് കൊണ്ടാണ് എന്നുള്ള കണക്കുകൾ നിയമസഭയിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടുന്നതല്ല ഇത്തരം പ്രവൃത്തികൾ എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് ഈ സംസ്ഥാനത്ത് 9 വർഷം ഭരിച്ചിരുന്ന ശ്രീ അരുൺകുമാർ അവകാശത്തോടെ പറഞ്ഞത്, ഈ പറയുന്ന പ്രോഗ്രസ് കാർഡിൽ നിരന്തരം ഒപ്പിട്ട് കൈകഴച്ച മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അവിടെ 6 ഏക്കർ സ്ഥലം അവരുടെ MLA തന്നെ കയ്യേറിയപ്പോൾ അവിടെ ഏതാണ്ട് 1000-ഓളമുള്ള ST വിഭാഗത്തിലെ ജനങ്ങൾക്ക് പോലും ഇന്ന് താമസിക്കാൻ സ്ഥലമില്ല, അവർ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കാൻ പോലും സ്ഥലമില്ല എന്നുള്ള സ്ഥിതിയില്ലേ. അപ്പോൾ ഇത്രയും നാൾ കയ്യേറിയ സ്ഥലം പോലും തിരിച്ചു പിടിക്കുവാൻ, അത് അൻവറിൻ്റെതാണെന്ന് അറിഞ്ഞിട്ടും താലൂക്ക് ഓഫീസർ കൃത്യമായി 6 ഏക്കർ കയ്യേറിയെന്ന് അറിഞ്ഞിട്ടും ഈ സംസ്ഥാനത്തെ പാവപ്പെട്ടവന് വേണ്ടി കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിരന്തരം ശ്രമിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രിക്കും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ട് ല്ലോ. അപ്പോൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് SC/ST വിഭാഗത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ എന്താണ് നൽകുന്നത് എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ കഴിയും ഈ കാരണം കൊണ്ട് തന്നെ. അടുത്തതിന് ശ്രീ അരുൺ പറഞ്ഞത് സംഘടനാപരമായി ഞങ്ങൾ എല്ലാം തയ്യാറാണ്. മാധവും അതിനെ പിന്തുണച്ചു. സ്വരാജിന്റെ കീർത്തത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന്. കഴിഞ്ഞ ഇത്രയും 10-70 വർഷമായി ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുകയോ 2ാം സ്ഥാനത്തെത്തുകയോ പ്രതിപക്ഷത്തെ എടുത്തിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ നിലമ്പൂരും നടന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ അടുത്ത് സ്വതന്ത്രനെ ഇവിടെ വെച്ച് മത്സരിപ്പിക്കേണ്ടി വന്നത്? സ്വന്തം സ്ഥാനാർത്ഥിയില്ലാതെ, ചിഹ്നമില്ലാതെ സ്വതന്ത്രനെ നിർത്തി മത്സരിപ്പിക്കുവാൻ തക്ക രീതിയിൽ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഇപ്പോൾ മുന്നോട്ട് വെച്ച എണ്ണയിട്ട യന്ത്രം ഇത്ര തകർന്ന് തരിപ്പണമായി എന്ന് ജനങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു ചെറിയ പകർപ്പാണ് ഇപ്പോൾ നിലമ്പൂർ നടക്കുന്നത്. അവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് മന്ത്രിയാവാൻ സാധിക്കാത്തത് തുടർച്ചയായി കോൺഗ്രസ് ചേരിയിൽ നിന്ന് ഒരിടത്ത് നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം പറ്റി സ്വന്തം ചേരിയിലേക്ക് കൊണ്ടുവന്നാണ്. സ്വതന്ത്ര പരീക്ഷണത്തിലൂടെ വിജയം കണ്ടതാണ് CPM. അതൊരു നയം എന്ന നിലയ്ക്ക് വിജയം കൂടെ നിന്നതിനാൽ അതൊരു വിജയിച്ച തന്ത്രം എന്ന നിലയ്ക്ക് കാണാവുന്നതാണ്. അല്ല, വിജയിച്ച തന്ത്രം എന്ന രീതിയിൽ കാണാവുന്നതാണ്, ഒരു സംശയവുമില്ല, അത് തന്ത്രം തന്നെയാണ്. പക്ഷെ സംഘടനാപരമായി എണ്ണയിട്ട യന്ത്രവും അവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിനൂടെ വലുപ്പത്തിലുള്ള വിജയവും അതൊന്നും നടന്നിട്ടില്ല. സംഘടനാ സംവിധാനം ഇപ്പോൾ മാറി നിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച നിങ്ങളുടെ കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾക്ക് 12,000-ഓളം വോട്ടുകളുണ്ടായിരുന്നു. 8,000 വോട്ടായി കുറയുകയാണ് ചെയ്തത്. BDJS നിന്ന് BJP നേരിട്ട് ഏറ്റെടുത്ത സീറ്റിൽ 14,000 വോട്ട് എവിടെ പോയെന്ന് നിങ്ങൾക്കറിയില്ല. 2,700 അവിടുത്തെ മാർജിൻ. അപ്പൊ നിങ്ങളുടെ സംഘടനാ സംവിധാനത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? CPM-നെ കോൺഗ്രസിനെ അവരെന്തെങ്കിലും ചെയ്യട്ടെ. BJP കഴിഞ്ഞ അല്ല, CPM-ഉം കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20 സീറ്റിൽ ഞങ്ങളും ഭൂരിപക്ഷം വന്നിട്ടുണ്ട്. ചിലതിൽ കുറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുന്ന, നിരന്തരം ഭൂരിപക്ഷം കിട്ടുന്ന സീറ്റുകളും ഉണ്ട്. അവിടെ അത്തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ടാകാം. അത് മറ്റു പല കാരണങ്ങളുണ്ട്, ഞങ്ങൾ പഠിക്കും. അതുകൊണ്ട് തന്നെയുള്ള പറയുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്താണ് ഇത് പക്ഷെ ഒരു അടിച്ചേൽപ്പിച്ചിട്ട് തിരഞ്ഞെടുപ്പാണ് മാധു, ഒരു സംശയവുമില്ല. സംസ്ഥാനത്തെ ഒരു അസംബ്ലിയിലെയും ആളുകൾക്ക്, നിലമ്പൂരെ മാത്രമല്ല ഈ
കേരളത്തിലെ ഒരു ജനങ്ങൾക്കും താല്പര്യമില്ലാത്ത അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ്, അത് വ്യക്തിപരമായ താല്പര്യം, അൻവറിന്റെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ച പിണറായിസത്തിന്റെ, അത് ഇടതുപക്ഷ സർക്കാരിലെ പിടിപ്പുകേടിന്റെയോ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു ആരോപണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് അടിച്ചേൽപ്പിച്ച ഒരു തിരഞ്ഞെടുപ്പ്. ആ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കോടിക്കണക്കിന് രൂപ നഷ്ടം വരുന്നു, അസംബ്ലിയിലെ വികസനം തടയുന്നു. ഇതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവുമില്ല, സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള ഓരോ അവകാശവാദങ്ങളും പൊളിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് വലിയ ഭീമമായ നഷ്ടമുണ്ടാകും.